അല്ലെ കുറച്ചുകൂടെ മുന്നേ പഠിച്ചിരുന്നെങ്കിൽ സിലബസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ ഒക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് എക്സാം എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാമായിരുന്നു. നവംബർ ഡിസംബർ കേട്ടോ, ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ നമുക്ക് ഉറപ്പായിട്ടും പുതിയ ഒരു DHS എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ട് ഏർലി, സ്റ്റേ അഹെഡ് ആൻഡ് റാങ്ക് ഹയർ അല്ലെ. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പാണ് നമുക്ക് നല്ല ഒരു പൊസിഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് എന്നുള്ള സമൂഹത്തിലുള്ള ഒരു റെസ്പെക്റ്റീവ് വാല്യൂ, പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ലേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് അക്കാഡമി. സോ നമ്മുടെ DME എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെ. സോ DME എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ പല കുട്ടികളൊക്കെ പറഞ്ഞൊരു വിവരം വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത്, പലരൊക്കെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് കുറച്ചുകൂടെ മുന്നേ പഠിച്ചിരുന്നെങ്കിൽ സിലബസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ ഒക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് എക്സാം എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാമായിരുന്നു അല്ലെ, നല്ല ഒരു റാങ്ക് നമുക്ക് ലഭിക്കാമായിരുന്നു, ജോലി കിട്ടാമായിരുന്നു. അങ്ങനെയുള്ള പല ചിന്തകൾ കഴിഞ്ഞ DME എക്സാമിനേഷൻ എഴുതിയ കുട്ടികളിൽ ഉണ്ടാകും അല്ലെ. അപ്പൊ അതിൽ കുറെ കുട്ടികൾക്കൊക്കെ ഇപ്പം അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പോസ്റ്റിംഗ് ഒക്കെ അധികം താമസമില്ലാതെ തന്നെ വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എനിവേ ആ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടാവും. എനിവേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു എക്സാമിനേഷന് എഴുതി അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു, അഡ്വൈസ് വന്നു, നമുക്ക് ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ജോലി ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് എക്സാം വരെ പരിശ്രമിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതായത് നോക്കിയാൽ നമ്മൾ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ. അതേസമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ പറയുന്നത് ഒഴിവാക്കുക അല്ലെ. അതായത് നമ്മൾ ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും നേരത്തെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി വരാൻ പോകുന്ന നമ്മുടെ DHS നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷനെ കുറിച്ചാണ്. സോ നമുക്കൊക്കെ അറിയാം DHSന്റെ ഇപ്പോൾ നമുക്കൊരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അടുത്ത വർഷം ലാസ്റ്റോട് കൂടി ആയിരിക്കും കഴിയുക. അതായത് 2027 ലാസ്റ്റോട് കൂടി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ നമ്മുടെ PSCയുടെ ഒരു രീതി നമുക്കറിയാം അല്ലെ. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ അടുത്ത ഒരു എക്സാമിനേഷൻ നടത്തും. അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഏകദേശം എങ്കിലും അതിന്റെ പ്രോസസ് ആക്കി വച്ചിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു 2027 ലാസ്റ്റിലേക്കാണ് DHSന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് നോക്കിയേ, ഈ വർഷം 2026 ഒക്ടോബർ, നവംബർ, ഡിസംബർ കേട്ടോ, ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ നമുക്ക് ഉറപ്പായിട്ടും പുതിയ ഒരു DHS എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ ഇതിനു മുന്നേയും എല്ലാ എക്സാമിനും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. സോ അതേപടി തന്നെ ഇപ്പോഴും പറയുന്നു, ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ DHSന്റെ നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ സാധാരണ കാണുന്ന ഒരു ട്രെൻഡ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ പോട്ടെ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊക്കെയുള്ള ധാരണയാണ് സാധാരണ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടോ, ഇത് നമ്മളെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് നമ്മൾ നേരത്തെ തന്നെ കൃത്യമായിട്ട് ചിട്ടയായിട്ടുള്ള പഠനം ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പാണ് ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ പുതുതായിട്ട് നമ്മുടെ PSCയുടെ പുതിയൊരു ഗൈഡ് ലൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകും കേട്ടോ. ഈ പറഞ്ഞ ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്ക് ഉണ്ടാകും. ഇപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കി, ഒരുപാട് കുട്ടികൾ ഇതിനോടകം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. ഒരുപാട് കുട്ടികൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളും സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കുക, ഞാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ശരിക്കും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്, എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണമോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലെ. അതായത് അത്യാവശ്യം നല്ല ഒരു പൊസിഷനുള്ള, നല്ല സാലറി ഒക്കെ ഉള്ള ഒരു ഗവൺമെന്റ് ജോലിയാണ്. അത് വേണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DHSന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ വിചാരിക്കുന്നു ഒരു 6 മാസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്ക് ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് നിർണ്ണയിക്കപ്പെടുക അല്ലെ. അപ്പൊ നോക്കി, നമ്മൾ ലേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും അല്ലെ. നമുക്ക് വേണ്ടുന്ന രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ കഴിയില്ല, റാങ്ക് താഴേക്ക് പോകും. താഴേക്ക് പോയാൽ അറിയാമല്ലോ, നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത നന്നായിട്ട് മങ്ങും അല്ലെ. പിന്നെ നോക്കിയാൽ സിലബസ് വാസ്റ്റ് സിലബസ് ആണല്ലേ.
അത്യാവശ്യം നല്ല ഡെപ്തിലുള്ള സിലബസ് ആണ്. DME ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഡെപ്തിലുള്ള സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൂടാതെ പഠിച്ചാൽ മാത്രം പോലെ അല്ലേ, നമുക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ വേണം, കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അതുകൂടാതെ കൃത്യമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി കൃത്യമായിട്ട് വേണം അല്ലെ. എപ്പോഴും നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മളെ ഒക്കെ പഠിച്ചോ എന്ന് ഒക്കെ ആരെങ്കിലും പുറകെ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പഠിക്കും അല്ലെ. അല്ലെങ്കിൽ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാനില്ല എങ്കിൽ എന്താണ്, നമ്മൾ ഒരിക്കലും അത് പഠിക്കില്ല അല്ലെ. അപ്പൊ നോക്കിയാൽ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ജസ്റ്റ് വർക്ക് ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് കേട്ടോ. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലെ, ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് പഠനം മാറ്റി വെക്കുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്ക് മേടിക്കാനായിട്ട് കഴിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ഏർലി, സ്റ്റേ ഹെഡ് ആൻഡ് റാങ്ക് ഹയർ അല്ലെ. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പാണ് നമുക്ക് എന്താ നല്ല ഒരു പൊസിഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പൊ നോക്കിയാൽ സാധാരണ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നോക്കിയാൽ സ്റ്റഡി വിത്തൗട്ട് എ പ്ലാൻ അല്ലെ. യാതൊരു പ്ലാനും ഇല്ല, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എക്സാമിനേഷന് വേണ്ടി പോകും അല്ലെ. സോ ഇത് യൂഷ്വലി വർക്ക്ഔട്ട് ചെയ്യാറില്ല. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത് നോക്കി റീഡിങ് ഓൺലി തിയറി, നോ MCQs. കുറെ നോട്ട്സ് ഒക്കെ കുറെ ഏതെങ്കിലുമൊക്കെ റാങ്ക് ഫയലുകളൊക്കെ മേടിച്ചിട്ട് അതൊന്ന് വായിച്ചിട്ട് പോവാം. MCQs ഒന്നും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാണ്ട് പോയേക്കാം എന്ന് വിചാരിക്കും കേട്ടോ. അതും ഒരു മിസ്റ്റേക്ക് ആണ്, ഒരു മണ്ടത്തരമാണ്. പിന്നെ നോക്കി ഇഗ്നോറിംഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കി അതായത് നമ്മുടെ PSCയുടെ എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറി മാറി വരികയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എപ്പോഴും ഞാൻ പറയാറുണ്ട് എക്സാമിനേഷൻ പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെ ആയിരിക്കണം അതിന്റെ ആൻസേഴ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് പ്രിപ്പയർ ആയി പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ സാധാരണ കുട്ടികൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇഗ്നോറിംഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പിന്നെ നോക്കിയാൽ പ്രത്യേകിച്ച് റിവിഷൻ സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ കേട്ടോ, റിവിഷൻ സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ സ്റ്റാർട്ടിങ് ടു ലേറ്റ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷവും എക്സാമിനേഷന്റെ ഡേറ്റ് വന്നതിന് ശേഷമൊക്കെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പൊ നോക്കിയാൽ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി അപ്രോച്ച് എന്ന് നോക്കാം. ഓക്കെ, ഫോക്കസ് ഓൺ ഹൈ വെയിറ്റ് ടോപ്പിക്സ്. ഇത്രയും സിലബസ് ഡെപ്തിലുള്ളതാണ് എങ്കിലും അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്ത് അത് ഡെപ്തിൽ പഠിക്കുക. പിന്നെ കൂടാതെ ഡെയിലി MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വീക്ക്ലി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, അത് അനാലിസിസ് ചെയ്യുക. കൂടാതെ ടൈം മാനേജ്മെന്റ് കേട്ടോ. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡു നോട്ട് സ്റ്റഡി ഹാർഡ് കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. ഒരു പരിധി വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ അതിനേക്കാൾ പ്രധാനം എന്താണ്, സ്റ്റഡി സ്മാർട്ട് കേട്ടോ. സ്മാർട്ടായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് ജോലി നേടണം അല്ലെ, അതിന് എനിക്ക് തോന്നുന്നു ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം അല്ലെ, എന്താ ഒന്ന് ജോബ് സെക്യൂരിറ്റി അല്ലെ. നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ആകുന്നത് വരെ നമുക്ക് സാലറി, റിട്ടയർ ആയി കഴിഞ്ഞാലോ നമുക്ക് പെൻഷൻ അല്ലെ, പിന്നെ അത്യാവശ്യം നല്ല മാന്യമായ സാലറി, പിന്നെ നമുക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് എന്നുള്ള സമൂഹത്തിലുള്ള ഒരു റെസ്പെക്റ്റീവ് വാല്യൂ, പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ലെ. നമുക്ക് നമ്മുടെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും അല്ലെ. കുട്ടികളൊക്കെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കഴിയും, കുട്ടികളൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയും അല്ലെ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ പറയുന്ന ഗവൺമെന്റ് ജോലി എന്നുള്ളത് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാനായിട്ട് പോകുന്നു. നമ്മൾ DHSന്റെ ഒരു ലോങ് ടേം ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് വരുന്ന വിഷു ദിനത്തിൽ നമ്മൾ ഒരു പുതിയ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പഠിക്കരുത് കേട്ടോ, അങ്ങനെ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞല്ലേ, അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക കേട്ടോ. നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും. പിന്നെ നോക്കിയാൽ MCQs, കൂടാതെ മോക്ക് ടെസ്റ്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എക്സാം സീരീസിലൂടെ നമ്മൾ പറഞ്ഞു തരും. പിന്നെ റിവിഷൻ പ്ലാൻസ് കേട്ടോ, റിവിഷൻ പ്ലാൻസ് മാത്രമല്ല തരിക, ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനൊക്കെ അറിയാലേ, കൃത്യമായിട്ടുള്ള ടൈംലി ഉള്ള റിവിഷൻസ് ഉണ്ടാകും. പിന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി കേട്ടോ. ഇതാണ് നമ്മുടെ ശരിക്കും ലോങ് ടേം ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇനിയും അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആരെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്. മെന്റേഴ്സ് നിങ്ങളെ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും. പഠിച്ചിട്ടുണ്ടോ, എക്സാം അറ്റൻഡ് ചെയ്തോ, ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മെന്റർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ
ഇപ്പൊ തന്നെ കേട്ടോ. ഇപ്പൊ വെച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കില്ല, എന്നും പഠിക്കുക, എപ്പോഴും പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സക്സസിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ പറഞ്ഞല്ലോ വിഷുദിനത്തിൽ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിലേക്ക് നിങ്ങൾ ഇതുവരെയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രം പോരാ, വളരെ സീരിയസ് ആയിട്ട് കേട്ടോ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ എത്രയും പെട്ടെന്ന് കേട്ടോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായിട്ട് മാറാനായിട്ട് കഴിയട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗം ലഭിക്കട്ടെ. എല്ലാവർക്കും